78ാമത് സന്തോഷ് ട്രോഫി കിരീടം പശ്ചിമ ബംഗാളിന്. കേരളത്തെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് പശ്ചിമ ബംഗാൾ പരാജയപ്പെടുത്തിയത്. ബംഗാളിനായി റോബി ഹൻസ്ദയാണ് ഗോൾ നേടിയത്. വിവരങ്ങളുമായി രുജീഷ് രവീന്ദ്രനുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. രുജീഷ്, കേരളത്തിന് നിരാശ, കേരളത്തിന് തോൽവി, ബംഗാളിലേക്ക് കിരീടമെത്തുമ്പോൾ എങ്ങനെ വിലയിരുത്താം കളിയെ? തീർച്ചയായും അരുണ്യ, ഫുട്ബോളിൽ കേരളത്തിന് വലിയ നിരാശ സമ്മാനിച്ചാണ് ഈ പുതുവർഷത്തിലേക്ക് പോകുന്നത് എന്നതാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശ. എന്തായാലും സന്തോഷ് ട്രോഫിയിൽ അപരാജിത കുതിപ്പ് നടത്തിയാണ് കേരള ഫൈനലിലേക്ക് എത്തിയത്. പക്ഷെ ഫൈനലിൽ നിരാശയോടെ കേരളത്തിന് മടങ്ങേണ്ടി വരുന്നു. ഏറ്റവും കരുത്തരായ ബംഗാൾ എക്കാലവും കേരളത്തിന്റെ ഏറ്റവും വലിയ എതിരാളികൾ തന്നെയാണ്. ബംഗാളിനോടാണ് ഈ തോൽവി എന്നത് എന്തായാലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് അത് വലിയ വേദന തന്നെയാണ്. കാരണം ഇത്തവണ കേരളം വലിയ പ്രതീക്ഷയോടെയാണ്, അപരാജിത കുതിപ്പുമായാണ് കേരളം ഫൈനലിലെത്തിയത്. ബംഗാളും സമാനമായി തോൽക്കാതെ തന്നെയാണ് ബംഗാളും എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച മത്സരമെന്ന് വിലയിരുത്താവുന്ന തരത്തിൽ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ അതുണ്ടായിരുന്നു. പക്ഷേ മികച്ച അവസരങ്ങൾ 90 മിനിറ്റിലും ഉണ്ടായിരുന്നെങ്കിലും അത് ഗോളിലേക്ക് വരാൻ അത് ഇഞ്ചുറി ടൈമിലേക്ക് പോകേണ്ടി വന്നു എന്നതാണ്. ഇരു ടീമുകളും നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും തുടക്കത്തിൽ അത് ഗോളാക്കാനായിരുന്നു. എങ്കിലും ഇഞ്ചുറി ടൈമിൽ 94-ാം മിനിറ്റിൽ ഹൻസ്ദയാണ് ഈ മത്സരത്തിലെ വിജയ ഗോൾ നേടിയത്. എന്തായാലും ടൂർണമെന്റിലെ ടോപ്പ് സ്കോറാണ് ഹൻസ്ദ. അദ്ദേഹത്തിന്റെ 12ാമത്തെ ഗോളാണ് ഈ ടൂർണമെന്റിൽ 12ാമത്തെ ഗോളാണ് ഉണ്ടായത്. ബംഗാളിന്റെ 33ാമത്തെ കിരീടമാണ്. സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടം നേടിയ സംസ്ഥാനം പശ്ചിമ ബംഗാളിന്റെ 33ാമത്തെ കിരീടമാണ് ഇത്. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു റെക്കോർഡ് കൂടിയാണ്. എന്തായാലും കേരളത്തിന് ഒരുപക്ഷെ കേരളത്തിന്റെ ടീം ഈ യുവതാരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനം നടത്തിയാണ് ഈ സന്തോഷ് ട്രോഫി അവസാനിപ്പിക്കുന്നത് എന്ന് പറയാം. പക്ഷേ അവസാന നിമിഷം അവർക്ക് ഫൈനലിൽ എന്തായാലും കിരീടം നഷ്ടപ്പെടുന്നു. അരുണ്യ. ശരി രുജീഷ്, പശ്ചിമ ബംഗാളാണ് 78ാം സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ. കേരളത്തിന് തോൽവി, കേരളത്തിന് നിരാശ. രുജീഷ് രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.